സൂര്യപ്രകാശം പോലും മങ്ങുന്ന നമ്മുടെ സൗരയൂഥത്തിന്റെ തണുത്തുറഞ്ഞ അതിരിൽ മറഞ്ഞിരിക്കുന്ന ഭീമാകാരനായ 9ാമത്തെ ഗ്രഹത്തിന്റെ സൂചനകൾ ജ്യോതിശാസ്ത്രജ്ഞരെ ഇന്നും ആകർഷിക്കുന്ന ഒന്നാണ്. ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെങ്കിലും കൂപ്പർ ബെൽറ്റിലെ മഞ്ഞ് മൂടിയ വസ്തുക്കളുടെ വിചിത്രമായ ഭ്രമണപഥങ്ങൾ ഇത്തരമൊരു ഗ്രഹത്തിന്റെ സ്വാധീനം മൂലമാണെന്നാണ് കരുതപ്പെടുന്നത്. ഇതിന് ഏറ്റവും പ്രതീക്ഷ നൽകുന്നത് നെപ്റ്റ്യൂണിന്റെ ചരിത്രപരമായ കണ്ടെത്തലായിരുന്നു എന്ന് പറയാം. 1781 കണ്ടെത്തിയതിനു ശേഷമുള്ള സൂര്യന് ചുറ്റുമുള്ള ആദ്യത്തെ യുറാനസിന്റെ ഭ്രമണപഥം പൂർത്തിയാക്കുന്നതിനും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1846 ഇതിന്റെ പാതയിലുണ്ടായ വിശദീകരിക്കപ്പെടാത്ത വ്യതിയാനത്തിൽ സംശയമുണ്ടായ 2 ശാസ്ത്രജ്ഞർ സ്വതന്ത്രമായ കണക്കുകൂട്ടലിലൂടെ കണ്ടെത്തിയ സമാനമായ സ്ഥാനത്താണ് പിന്നീട് 1846 സെപ്റ്റംബർ 23 ജോഹാൻ ഗാലെ നെപ്റ്റ്യൂണിനെ ആദ്യമായി കണ്ടെത്തിയത്. എന്നാൽ അപ്പോഴും യുറാനസിന്റെയും പുതുതായി കണ്ടെത്തിയ നെപ്റ്റ്യൂണിന്റെയും ഓർബിറ്റിൽ ചില അപാകതകളുണ്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടതോടെ സമാനമായ ഒരു നീക്കമാണ് 1894 പെർസിവൽ ലോവൽ എന്ന ആസ്ട്രോണമർ നടത്തിയത്. നെപ്റ്റ്യൂണിന് അപ്പുറത്ത് 9ാമതൊരു ഗ്രഹമുണ്ടെന്ന് ആദ്യമായി വാദിച്ചത് ഇദ്ദേഹമായിരുന്നു. ലോവൽ ഇതിന് പ്ലാനറ്റ് എക്സ് എന്ന് പേരിടുകയും ഇതിനെ കണ്ടെത്താനുള്ള പരിശ്രമവും തുടങ്ങുകയും ചെയ്തു. 1894 തന്നെ ലോവൽ അരിസോണയിലെ ഫ്ലാഗ്സ്റ്റാഫിൽ ലോവൽ ഒബ്സർവേറ്ററി സ്ഥാപിക്കുകയും അവിടെ അദ്ദേഹം പ്ലാനറ്റ് എക്സിനെ തിരയുന്നതായി സ്വയം അർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ 1965 ലോവൽ പ്ലാനറ്റ് എക്സിനെ കുറിച്ചുള്ള തന്റെ ആദ്യ പ്രബന്ധം പ്രസിദ്ധീകരിച്ചു. അതിൽ യുറാനസിന്റെയും നെപ്റ്റ്യൂണിന്റെയും പ്രക്ഷുബ്ധങ്ങളെ അടിസ്ഥാനമാക്കി പ്ലാനറ്റ് എക്സിന്റെ മാസും ഓർബിറ്റിന്റെ സ്ഥാനവും അദ്ദേഹം കണക്കാക്കി. പ്ലാനറ്റ് എക്സിന് ഭൂമിയുടെ ഏകദേശം 7 മടങ്ങ് മാസും 430 വർഷത്തെ ഓർബിറ്റൽ പീരീഡും ഏകദേശം 35 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് പെരിഹീലിയനും 300 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് അപ്ഹീലിയനും ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പ്രവചിച്ചത്. ഇതോടൊപ്പം തന്നെ നിരവധി ഫോട്ടോഗ്രാഫി പ്ലേറ്റുകളിൽ ഗ്രഹത്തിന്റെ മങ്ങിയ ചിത്രം കണ്ടെത്തിയതായും അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ അതിന്റെ നിലനിൽപ്പിനെ പിന്തുണയ്ക്കുന്ന വ്യക്തമായ തെളിവുകൾ കണ്ടെത്താനാകാതെ അദ്ദേഹം 1916 മരണപ്പെട്ടു. തുടർന്ന് 1930 ലോവൽ ഒബ്സർവേറ്ററിയിലെ തന്നെ യുവ ആസ്ട്രോണമറായിരുന്ന ക്ലൈഡ് ടോംബാങ്ക് പ്ലൂട്ടോയെ കണ്ടെത്തി. പ്ലൂട്ടോയെ ആദ്യം പ്ലാനറ്റ് എക്സ് ആയി കണക്കാക്കപ്പെട്ടിരുന്നുവെങ്കിലും ഭീമാകാരനായ ഗ്രഹങ്ങളുടെ ഭ്രമണപഥത്തെ സ്വാധീനിക്കാൻ കഴിയാത്തത്ര ചെറുതും വിദൂരത്തുമാണ് പ്ലൂട്ടോ എന്ന് പിന്നീടുള്ള നിരീക്ഷണങ്ങൾ തെളിയിച്ചു. അങ്ങനെ ലോവലിന്റെ കണക്കുകൂടലുകൾ തെറ്റായ അനുമാനങ്ങളെയും അളവുകളെയും അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും പരന്നു. തുടർന്ന് 1989-90കളിൽ വോയേജർ 2 എന്ന ബഹിരാകാശ പേടകം നെപ്റ്റ്യൂണിനെ കൂടുതൽ പഠിക്കുകയും യുറാനസിന്റെയും നെപ്റ്റ്യൂണിന്റെയും ഓർബിറ്റൽ വോബ്ലിങ്ങിന് കാരണമായത് നേരിയ തോതിൽ ഓവർ എസ്റ്റിമേറ്റ് ചെയ്ത നെപ്റ്റ്യൂണിന്റെ മാസ് കാരണമാണെന്ന് തെളിയിക്കുകയും ചെയ്തു. ഇത് വീണ്ടും പ്ലാനറ്റ് എക്സിന്റെ അസ്തിത്വത്തെ നിരാകരിക്കുകയാണ് ചെയ്തത്. ഇതിനുശേഷം 21ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ എറിസിനെ പോലുള്ള നിരവധി പുതിയ ട്രാൻസ് നെപ്റ്റ്യൂണിയൻ ഒബ്ജക്റ്റുകളെ കണ്ടെത്തുകയും അവയിൽ ചിലത് വളരെ വിചിത്രവും ചരിതമായ ഭ്രമണപഥങ്ങൾ പിന്തുടരുന്നുണ്ടെന്നും ഒരു പ്രത്യേക പ്രദേശത്ത് കൂട്ടമായി കാണുന്നുവെന്നും കണ്ടെത്തി. അദൃശ്യമായ ഒരു വലിയ ഗ്രഹത്തിന്റെ ഗുരുത്വാകർഷണമാകാം ഈ വസ്തുക്കളെ സ്വാധീനിക്കുന്നതെന്ന് ജ്യോതിശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെട്ടു. ഇതിനെ അവർ പ്ലാനറ്റ് 9 എന്നും വിളിച്ചു. ശേഷം 2016 കോൺസ്റ്റാന്റിൻ ബേറ്റിഗിനും മിഷേൽ ബ്രൗണും 6 എക്സ്ട്രീം ട്രാൻസ് നെപ്റ്റ്യൂണിയൻ ഒബ്ജക്റ്റുകളുടെ വിന്യാസത്തെ അടിസ്ഥാനമാക്കി പ്ലാനറ്റ് 9നായി ഒരു പ്രത്യേക ഓർബിറ്റൽ കോൺഫിഗറേഷൻ നിർദ്ദേശിച്ചുകൊണ്ട് ഒരു പ്രബന്ധം പ്രസിദ്ധീകരിച്ചു. ഇതിൽ പ്ലാനറ്റ് 9ന് ഭൂമിയേക്കാൾ 10 മടങ്ങ് മാസം ഏകദേശം 20,000 വർഷത്തോളം എടുക്കുന്ന ഓർബിറ്റൽ പീരീഡും 200 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് പെരിഹീലിയനും 1200 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് അപ്ഹീലിയനും ഉണ്ടാകുമെന്ന് അവർ കണക്കാക്കി. കൂടാതെ പ്ലാനറ്റ് 9ന് ഏകദേശം 30 ഡിഗ്രി ഇൻക്ലിനേഷനും ഏകദേശം 150 ഡിഗ്രി ആർഗ്യുമെന്റ് ഓഫ് പെരിഹീലിയനും ഉണ്ടാകുമെന്നാണ് അവർ പ്രവചിച്ചത്. ഇതിനുശേഷം മറ്റു നിരവധി ജ്യോതിശാസ്ത്രജ്ഞർ വ്യത്യസ്തമായ രീതികളും ഡേറ്റാ സെറ്റുകളും ഉപയോഗിച്ച് പ്ലാനറ്റ് 9 ഹൈപ്പോത്തസിസിനെ പിന്തുണയ്ക്കുകയും അതോടൊപ്പം തന്നെ എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റും കമ്പ്യൂട്ടർ സിമുലേഷനും എല്ലാം തന്നെ ഇത്തരമൊരു പ്ലാനറ്റ് 9ന്റെ സാധ്യതയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു എന്നതാണ് സത്യം. വൈഡ് ഫീൽഡ് ഇൻഫ്രാറെഡ് സർവേ എക്സ്പ്ലോറർ എന്ന വൈസ്, പെനോറമിക് സർവേ ടെലസ്കോപ്പ് ആൻഡ് റാപ്പിഡ് റെസ്പോൺസ് സിസ്റ്റം എന്ന പാൻസ്റ്റാർസ്, സുബാരു എന്ന ടെലസ്കോപ്പ്, ദ ഔട്ടർ സോളാർ സിസ്റ്റം ഒറിജിൻ സർവേ എന്ന ഓസോസ്, ലെഗസി സർവേ ഓഫ് സ്പേസ് ആൻഡ് ടൈം എന്ന LSST, ദ ഡാർക്ക് എനർജി സർവേ എന്ന ഡെസ്, ദ സ്വിഗ്ഗി ട്രാൻസിയൻ ഫെസിലിറ്റി എന്ന SZFT എന്നിങ്ങനെ നിരവധി ദൂരദർശിനികളും സർവേകളും ഉപയോഗിച്ച് പ്ലാനറ്റ് 9നായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. എന്നിരുന്നാലും പ്ലാനറ്റ് 9നെ കണ്ടെത്തുന്നത് പ്രയാസകരമാണെന്നേ പറയാനാകും. കാരണം സൂര്യനിൽ നിന്നും വളരെ അകലെ വളരെ മങ്ങിയതും തണുത്തുറഞ്ഞതുമായ സ്പേസിന്റെ വളരെ വലിയൊരു പ്രദേശത്ത് എവിടെയെങ്കിലും ആയിരിക്കും ഇതിന്റെ സ്ഥാനം. മാത്രവുമല്ല പ്ലാനറ്റ് 9ന് നിലവിൽ അനുമാനിക്കുന്നതിനും വ്യത്യസ്തമായ വലിപ്പമോ മാസോ ഭ്രമണപഥമോ ഉണ്ടായിരിക്കാം. ഇതും പ്ലാനറ്റിനെ കണ്ടെത്തുന്നത് പ്രയാസകരമാക്കുന്നു. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഇവിടെ പറയുകയാണെങ്കിൽ പ്ലാനറ്റ് 9 എന്നത് സാങ്കല്പികമല്ല, അതൊരു സത്യം തന്നെയാണ്. കാരണം സ്പേസിന്റെ വിശാലത തന്നെയാണ്. എത്രയൊക്കെ നമ്മൾ ഒബ്സർവബിൾ യൂണിറ്റ്സിനെ പരിവേഷണം ചെയ്തു എന്ന് പറഞ്ഞാലും അതൊന്നും അടുത്തൊന്നും 1 കോടിയിലെ 1% പോലും ആവില്ലെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ പോലും വ്യക്തമായ ഒരു ചിത്രം നമുക്കറിയില്ല എന്നതാണ് സത്യം.
അതേപോലെ നമ്മുടെ ഭൂമിയുടെ പാതി പോലും ഇന്നേ വരെ നമ്മൾ വ്യക്തമായി അറിഞ്ഞിട്ടില്ല എന്നതാണ് വേറൊരു സത്യം. വ്യക്തമായ കാൽക്കുലേഷൻ ഉണ്ടെങ്കിലും ചെറിയൊരു ഇററിലൂടെ പോലും നമുക്ക് മൂക്കിനെത്തുമ്പോഴത്തുള്ള കാര്യം കാണാതെ പോകാൻ വലിയ പ്രയാസമൊന്നുമില്ല. അതിന് ഉദാഹരണം അന്റാർട്ടിക്കയുടെ കണ്ടെത്തൽ